പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും മഹത്വമുള്ള നാമം, അത്യുന്നതമായ നാമം ഇന്നും എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യുമാറാകട്ടെ. ആ നാമം എന്നും നമുക്ക് കോട്ടയായിരിക്കട്ടെ. ദൈവകൃപയാലും കരുണയാലും ഒരു ദിവസത്തെ കൂടി കാണുവാൻ ദൈവം കൃപ തന്നു. പുതിയ ദിവസം പുതിയ കൃപകളും പുതിയ അനുഗ്രഹങ്ങളും ദൈവം നമ്മുടെ മേൽ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവകൃപയെ നമുക്ക് ആശ്രയിക്കാം. ഹല്ലേൽ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്ന ദൈവസ്തുതിയുടെ സങ്കീർത്തനങ്ങളെന്ന് വിശേഷിച്ച് പറയപ്പെടുന്ന സങ്കീർത്തനങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. 113 മുതൽ ഉള്ള 5 സങ്കീർത്തനങ്ങൾ ഹല്ലേൽ സങ്കീർത്തനങ്ങൾ. ഹാലേലുയ എന്ന വാക്കിൻ്റെ ചുരുക്കെഴുത്തായിട്ടാണ് ഹല്ലേൽ എന്ന് പറയുന്നത് ഹീബ്രു ഇതിൽ. ഹല്ലേലുയ നമ്മൾ കണ്ടു. ഹല്ലേലുയ എന്ന് പറയുന്ന വാക്ക് അങ്ങനെ തന്നെ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ മാത്രം 4 പ്രാവശ്യം പറയുന്നുള്ളൂ ആകെ കൂടെ ബൈബിളിൽ. എന്നാൽ ഹീബ്രു ബൈബിളിൽ അങ്ങനെ അതിലേക്ക് കിടന്ന് നോക്കുമ്പോൾ ഹല്ലേലുയ എന്ന സങ്കീർത്തനത്തിലൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഈ 113, 14, 15 യഹോവയെ സ്തുതിക്കുക എന്ന് പറയുന്ന വാക്ക് അവിടെ വന്നിരിക്കുന്ന ഹല്ലേൽ എന്നാണ്. ഹല്ലേലുയ എന്നാണ് ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്നതിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ. യഹോവയെ സ്തുതിക്കുക എന്നാണ് അർത്ഥമുള്ളൂ. അങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്ന ഈ സങ്കീർത്തനങ്ങളിൽ സ്തുതിക്കാൻ കാരണം എന്താണെന്നും കൂടെ ഓരോ സങ്കീർത്തനത്തിലുമുണ്ട്. ആ കാരണം നമ്മുടെ ജീവിതത്തിലും അത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സംഗതി വരുത്തണം. ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്, ഞാൻ നിന്നെ സ്തുതിക്കേണ്ടതിന് എൻ്റെ ആത്മാവിനെ കാരാഗൃഹത്തിൽ പുറപ്പെടുവിക്കണമേ എന്നുള്ള പ്രാർത്ഥന. നാം സ്തുതിക്കാതിരിക്കത്തെ കൊണ്ട് നമ്മുടെ ആത്മാവിനെ കാരാഗൃഹത്തിലാക്കുന്ന ശത്രു എന്ന് പറഞ്ഞാൽ ചില ബന്ധനങ്ങളിൽ കൂടെ കടത്തിവിടുന്നത്, ചില ബന്ധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉളവാക്കുവാൻ ശ്രമിക്കുന്ന ശത്രു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തി നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുമെന്ന് പറഞ്ഞ തിരുവെഴുത്തും പ്രകാരം നമ്മൾ പുത്രനോടുകൂടെ എപ്പോഴും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരായി മാറണമെന്നുള്ളതാണ്. എന്നാൽ അതിന് വിഘാതമായി ആ സ്വാതന്ത്ര്യത്തെ തകർത്ത് ചില പാപ ബന്ധങ്ങളിലും പാപത്തിൻ്റെ ബന്ധനങ്ങളിലും ഒക്കെ ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ചുള്ള ആകുല ചിന്തകളാൽ നമ്മൾ നീറി ഭാരപ്പെട്ട് അങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യത്തെ കവരുവാനായിട്ട് ശത്രു ആഗ്രഹിക്കും, അതിനുവേണ്ടി അവൻ പരിശ്രമിക്കും. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കണം, സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്ന് തിരുവെഴുത്തിൻ പ്രകാരം നമ്മുടെ ഭാരങ്ങളും പാപങ്ങളും രണ്ടും ഒരുപോലെ നമ്മുടെ ജീവിതത്തെ, ആത്മീയ ജീവിതത്തെ ബാധിക്കുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞ് പാപവും ഭാരവും എല്ലാം മുറുകെ പറ്റുന്ന പാപവും എല്ലാം വിട്ട് ഒഴിഞ്ഞ് നമുക്ക് ക്രിസ്തുവിന് വേണ്ടി മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കണം. അതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. നമുക്കതിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ഒന്നിനെ കുല ചെയ്യരുത് എന്ന് പറഞ്ഞ കർത്താവ് തന്നെയാണ് പറഞ്ഞ് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എന്നാൽ ശത്രു ചെയ്യുന്നത് എന്താണ്? അതിന് നേരെ വിപരീതമായി മാർത്തയെ പോലെ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. മറിയ നല്ല നിമിഷം തിരഞ്ഞെടുത്തു. അവിടെ ആ സംഭവത്തെ നമ്മൾ കാണുന്നത് ലാസറിൻ്റെ ഭവനത്തിലേക്ക്, ബേഥാനിയിൽ ലാസറിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന കർത്താവ്. ആദ്യ അനുഭവങ്ങൾ ലാസർ ഉണ്ടായിരിക്കണമെന്നില്ല അവിടെ. എന്നാൽ മാർത്തയും മറിയയും അവനെതിരേറ്റു. മാർത്ത യേശുവിനെ ട്രീറ്റ് ചെയ്യുന്നതിലാണ് ബദ്ധശ്രദ്ധയായിരുന്നത്. അപ്പോൾ അത് മാത്രമല്ല, അവൾ ട്രീറ്റ് ചെയ്തിരുന്ന ആ ഏകാഗ്രതയോടെ ആ ശുശ്രൂഷ അവൾക്ക് ചെയ്യാമായിരുന്നു ട്രീറ്റ്. എന്നാൽ അവൾക്കൊരു അസൂയ വന്നത്, അല്ലെങ്കിൽ അവൾക്കൊരു അകൽച്ച വന്നത്, അല്ലെങ്കിൽ അവൾക്കൊരു പരിഭവം വന്നത്, മറിയ ഈ സമയം യേശുവിൻ്റെ കാൽപാദത്തിങ്കിലിരുന്ന് അവിടുത്തെ തിരുവായ്മൊഴികൾ ശ്രവിക്കുകയായിരുന്നു, വചനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് മാർത്തയ്ക്ക് ഇറിറ്റേഷൻ ഉണ്ടാകാൻ കാരണമായി തീർന്നത്. ആ ഇറിറ്റേഷൻ വന്നപ്പോൾ ജോലിയുടെ സ്വാതന്ത്ര്യം പോവുക. അത് സന്തോഷത്തോടെ കർത്താവിനെ സേവിക്കേണ്ടതാണ്. ഏതൊരു ശുശ്രൂഷയും അങ്ങനെ കർത്താവിനെ ശുശ്രൂഷിക്കരുതെന്നോ ട്രീറ്റ് ചെയ്യരുതെന്നോ അല്ല. അത് ശുശ്രൂഷ ചെയ്യുമ്പോഴും ഏകാഗ്ര ഹൃദയത്തോടെ ദൈവത്തിന് എന്നവണ്ണം സന്തോഷത്തോടെ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ആ ഒരു ഇറിറ്റേറ്റബിൾ മൈൻഡ് അത് ശത്രു കൊണ്ടുവന്നിട്ട് മറിയോടുള്ള പരിഭവത്തിൽ അവൾ ചെയ്യുകയാണ്. അവൾ ചെയ്യുമ്പോഴും മറിയ എന്നെ സഹായിക്കാത്ത, അവൾ അങ്ങനെ പോയിരിക്കുകയാണല്ലോ. അപ്പോൾ കർത്താവിനോട് വന്നിട്ട് പരാതി പറയുക. എന്നാൽ മറിയെ വിളിച്ചിട്ട് പറയുന്നില്ല ഒന്നും. അത് വന്ന് കർത്താവിനോട് തന്നെ പരാതി പറയുന്നു, കർത്താവെ, ഇവൾ എന്നെ ശുശ്രൂഷയ്ക്ക് തനിയെ വിട്ടിരിക്കുന്ന നിനക്ക് വിചാരമില്ലയോ എന്ന് പറയുന്നു. നിനക്ക് വിചാരമില്ലയോ? ഈ
ഇങ്ങനെയുള്ള മനോവിചാരങ്ങളുള്ളവർ മറ്റുള്ളവരെയും കൂടെ അതേ ഇതിലേക്ക് വലിച്ചഴിക്കാനാണ് ശ്രമിക്കുന്നത്. ആകുല ചിന്തകൾ, നൊമ്പരങ്ങൾ. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു വ്യക്തി നമ്മുടെ തൻ്റെ ഭാരങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ തനിയെ അത് കേൾക്കരുത്. കർത്താവേ, ഈ ഭാരങ്ങൾ അത് എന്നോട് ഷെയർ ചെയ്യുമ്പോൾ അവിടുന്ന് ഏറ്റെടുക്കണമേ, അത് അവിടുന്ന് കാണണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അത് നമുക്കൊരിക്കലും വഹിക്കാൻ പറ്റുകയില്ല. നമുക്ക് വഹിക്കാം. എങ്ങനെ വഹിക്കുന്നത്? അത് ആ സഹോദരനെ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്കത് വഹിച്ചുകൊണ്ട് ചെല്ലാം, ആ ഭാരം. അല്ല നമ്മളത് വഹിച്ച് എന്നാളും അത് വഹിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടിയല്ല. ദൈവസന്നിധിയിലേക്ക് അർപ്പണം ചെയ്യണം. അപ്പോൾ ആ സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം നടത്തും. അതുകൊണ്ട് മനോചഞ്ചലങ്ങൾ അല്ലെങ്കിൽ ഭാരങ്ങൾ, ആകുലങ്ങൾ, ഇതൊക്കെ നമ്മളെ ദൈവത്തിന് സ്തുതിക്കുന്നതും നമ്മളെ തടയുന്നതാണ്. അതാണ് ദാവീദ് പറയുന്നത്, എൻ്റെ ആത്മാവിനെ കാരാഗ്രഹം ഞാൻ നിന്നെ സ്തുതിക്കേണ്ടതിന്, സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹം പുറപ്പെടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അതുകൊണ്ട് നമുക്ക് ആ സ്വാതന്ത്ര്യം എപ്പോഴും കർത്താവ് തരട്ടെ. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുത്തി വീണ്ടും നിങ്ങൾ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത് എന്ന്. എവിടെയെങ്കിലും നമ്മൾ അങ്ങനെ എന്തിനെങ്കിലുമൊക്കെ അടിമകളായിട്ടുണ്ടെങ്കിൽ അടിമത്ത് വിടർത്തണം. കർത്താവ് അതിനാണ് നമ്മൾ വീണ്ടെടുത്തത്. അടിമകളായിരിക്കാനല്ല, നമ്മൾ സ്വതന്ത്രരായിരിക്കാനാണ്. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. ഗലാത്യ ലേഖനത്തിൽ പറയുന്നതാണ്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി വീണ്ടും നിങ്ങൾ അടിമനുഖത്തിൽ അകപ്പെട്ടു പോകരുതെന്നാണ് അവിടെ വാക്യം പറയുന്നത്. ഗലാത്യർ 5-ാം അധ്യായം 1-ാം വാക്യത്തിലാണ് പറയുന്നത്. ആ ഗലാത്തിൽ ഉറച്ചു നിൽക്കുകയും അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അപ്പോൾ ആ യഥാർത്ഥ സ്വാതന്ത്ര്യം നമ്മൾ ആത്മാവിൽ അനുഭവിച്ച് സമാധാനം, ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ ഭരിക്കപ്പെടണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് പറ്റും. എപ്പോഴും ദൈവസ്തുതി നമ്മൾ ഉയർന്നുകൊണ്ട് ഇരിക്കും. ജീവശ്വാസം പോലെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല. ഒരു ദിവസം കാലത്ത് എഴുന്നേൽക്കുമ്പോൾ പറയാം, ഹൃദയം ഇത്ര ദിവസം വിശ്വസിക്കണം, ഇത്ര ഹൃദയം ഇടിക്കണം. നമ്മൾ ഓർഡർ കൊടുക്കുന്നില്ല. ജീവനുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ശ്വാസോച്ഛ്വാസം. അത് നിർബാധം, അത് ആരുടെയും പരപ്രേരണ കൂടാതെ തന്നെ, നമ്മുടെ പോലും പ്രേരണ കൂടാതെ തന്നെ നടന്നുകൊണ്ടിരിക്കും ജെന്യുവനായിട്ട്. എന്ന് പറയുന്നതുപോലെ ദൈവിക ജീവനിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നാം നിറയപ്പെടുമ്പോൾ നമ്മളിൽ ഈ ദൈവസ്തുതി ഉയർന്നുകൊണ്ടിരിക്കും. ഇവിടെ 113-ാം സങ്കീർത്തനത്തിൽ സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമനം വരെയും യഹോവയുടെ നാമം സ്തുതിക്കപ്പെടട്ടെ എന്ന് പറയുന്നു. 4-ാമത്തെ വാക്യത്തിൽ യഹോവ സകല ജാതികൾക്ക് മീതിയും അവൻ്റെ മുഖത്തും ആകാശത്തിന് മീതിയും ഉയർന്നിരിക്കുന്നത് കണ്ടു. 5-ാമത്തെ വാക്യത്തിൽ ഉന്നതത്തിൽ അധിവസിക്കുന്നവനായ നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശനാരുള്ളൂ. ഉയരത്തിൽ വസിക്കുന്നവനാണെങ്കിലും താഴ്മകളുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെയും ഹൃദയത്തിന് ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോടുകൂടി വസിക്കുന്ന ദൈവമാണ് നമ്മൾ യശയ്യാ പുസ്തകത്തിൽ വായിച്ചു കേട്ടു. തുടർന്ന് അവിടെ പറയുകയാണ്, ആകാശത്തിലും ഭൂമിയിലുമുള്ളവൻ കുനിഞ്ഞു നോക്കുന്നു. ദൈവം എളിമയോടെ നോക്കുന്ന ഒരിതാണ്, ഓരോരുത്തരെയും കുനിഞ്ഞു നോക്കുന്നു. എന്തൊക്കെയായിരിക്കാം ദൈവം നോക്കുന്നത്? നമ്മൾ കാണുന്നുണ്ട് 14-ാം സംഘത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെയൊക്കെ നോക്കുന്നു. ദൈവം നോക്കുകയാണ്. പിന്നെന്താ നോക്കുന്നത്? അതായത് ദൈവത്തെ നോക്കുന്നവരുണ്ടോ, ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടോ എന്ന്. മാത്രമല്ല തങ്ങൾ ഏകാഗ്രചിത്തരന്മാരായിരിക്കുന്നവർക്ക് കൊണ്ട് യഹോവയുടെ കണ്ണ് എല്ലായിടവും നോക്കുന്നതാണ്. ഏകാഗ്രഹൃദയത്തോടെ ആരുണ്ട് ദൈവത്തിലേക്ക്? ഏകാഗ്രഹൃദയത്തോടെ. ഇങ്ങനെ പല കാര്യങ്ങൾ കർത്താവ് കാണുന്നതായിട്ട് ഉറപ്പ്. ഏതായാലും ആകാശത്തിലും ഭൂമിയിലും ഉള്ളവരെല്ലാം അവൻ കുനിഞ്ഞു നോക്കുന്നു, സകലത്തെയും അറിയുന്നു എന്നാണ്. അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു. പ്രഭുക്കന്മാരോടുകൂടെ തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടുകൂടെ തന്നെ ഇരുത്തുന്നു. അവൻ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു. ഇവിടെ എളിയവനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു. അത് ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട് നമുക്ക്. ഒത്തിരി പേരുടെ ജീവിതങ്ങൾ ദൈവത്തിലേക്ക് തിരിഞ്ഞപ്പോൾ അവരുടെ ഒന്നുമില്ലായ്മയൊന്നും ദൈവം ഉയർത്തിക്കൊണ്ടുവന്ന അനുഭവങ്ങൾ, അവരെ ദൈവം അനുഗ്രഹിച്ച് ആശീർവദിച്ച അനുഗ്രഹങ്ങൾ. അപ്പോൾ ഭൗമിക നന്മകളും ദൈവം തരും. പക്ഷേ ഭൗമിക നന്മകളുടെ പിന്നാലെയല്ല നമ്മൾ പോകുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ പിന്നാലെയാണ്. ദാവീദ് പാടിയതുപോലെ, ഞാൻ യഹോവയുടെ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, ഞാൻ അതിൻ്റെ പുറകെ പോവുകയല്ല. പ്രോസ്പെറിറ്റി എന്നൊക്കെ പറയുന്നതൊക്കെ എന്ന് അഭിവൃദ്ധിയുടെ പിന്നാലെ പോവുകയാണ്. നമ്മൾ അഭിവൃദ്ധിയുടെ പിന്നാലെ പോകാൻ വിളിക്കപ്പെട്ടവരല്ല, നമ്മൾ അനുഗ്രഹദാതാവിൻ്റെ പിന്നാലെ പോകാൻ വിളിക്കപ്പെട്ടവനാണ്. അത് നമുക്ക് അനുഗ്രഹമായിരിക്കും. അത് ഏത് അവസ്ഥയിൽ കൂടെ നമ്മൾ കടത്തി വിട്ടാലും, നമ്മൾ ഏത് സ്ഥിതിയിലായിരുന്നാലും നമ്മൾ ദൈവത്തിൻ്റെ പ്രിയരായിരിക്കും. നമ്മൾ ഏത് പ്രതിസന്ധികൾ കൂടെ കടന്നു പോവുകയാണെങ്കിലും അവിടെയും നമ്മൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരായിരിക്കും. ദാനിയേലിനെ പോലെ സിംഹക്കുഴിയിൽ ഇട്ടാലും ശരി, അവിടെ ഇട്ടാലും ദൈവത്തിന് പ്രിയരായിരിക്കാൻ
3 ബാലന്മാരെ പോലെ, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ പോലെ തീച്ചൂളയിൽ, എരിയുന്ന തീച്ചൂളയിൽ 7 മടങ്ങ് വർദ്ധിപ്പിച്ച തീച്ചൂളയിൽ ഇട്ടാലും ദൈവത്തിൻ്റെ സഹിത്വം വിട്ടുപോകാതെ ദൈവത്തിൽ പ്രിയരായിരിക്കുവാൻ നമുക്ക് സാധിക്കണം. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക. ഇവിടെ എളിയവരെ ആദരിക്കുന്ന ദൈവം, എളിയവരെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവം കൂടെയാണ് ഇവിടെ കാണുന്നത്. ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു, പൊട്ടക്കുഴിയിൽ നിന്നും കൊട്ടാരക്കെട്ടിലേക്ക് ദൈവം നടത്തിയ, യോസഫിനെയൊക്കെ നടത്തിയ വിധങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ താണ നിലത്ത് നിന്ന് താണവരെ ഉയർത്തുന്ന ഒരു ദൈവം. അവർക്ക് ആ എളിമയുള്ളപ്പോഴാണ് അത് ഉയർത്തപ്പെടുന്നത്. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീനെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എളിമയോടെ ദൈവത്തിൻ്റെ കൈക്കീഴ് താണിരിക്കും. അപ്പോൾ ദൈവം ലിഫ്റ്റ് ചെയ്യും. ദൈവം ലിഫ്റ്റ് ചെയ്യുന്നത് നല്ലത്. നമ്മൾ തന്നെത്താൻ ഉയർത്തുമ്പോൾ ഒരിക്കലും ഉയർത്തപ്പെടുന്നില്ല, അത് താഴ്ത്തപ്പെടുമെന്നാണ് പറയുന്നത്. ദൈവം ഉയർത്തുമ്പോൾ ദൈവത്തിന് വേണ്ടി ഒരു വിളക്കെടുത്ത് നമ്മൾ ഉയർത്തുന്നത് അതിലുള്ള വെളിച്ചം മറ്റുള്ളവർ പ്രകാശിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ജീവിതങ്ങൾ ദൈവവെളിച്ചം, ദൈവമഹത്വം വെളിപ്പെടാനായിരിക്കണം ഉയർത്തപ്പെടേണ്ടത്. അല്ലാതെയുള്ള ഉയർച്ചകളൊക്കെ ഉണ്ട്, കുറേ പേരൊക്കെ ഉണ്ട്. സ്വയത്തിൻ്റെ പ്രശംസ, സ്വയത്തിൻ്റെ പ്രകടനത്തിന് വേണ്ടിയുള്ളതായ ഇതുമൊക്കെയുണ്ട്. സമ്പത്ത്, അവരുടെ മേന്മ കാണിക്കാൻ, അവരുടെ കഴിവാണെന്ന് കാണിക്കാൻ, അതൊക്കെ നിലനിൽക്കുന്നില്ല, അതൊക്കെ തകർന്നു പോകുന്നതാണ്. ഒടുവിൽ പറയുകയാണ്, അങ്ങനെ ഉയർത്തിയിട്ട് അവരെ പ്രഭുക്കന്മാരോട് തന്നെ ഇരുത്തുന്നു. തുടർന്ന് പറയണം, വീട്ടിൽ മച്ചിയായുള്ള മക്കളുടെ അമ്മയായ സന്തോഷത്തോടെ വസിക്കുമാർക്കും. ഫലകരമായ ഒരു ജീവിതമാണ് അതിൻ്റെ ദൃഷ്ടാന്തമെന്ന് പറയുന്നത്. ഫലമില്ലാത്ത ജീവിതങ്ങൾ നമ്മൾ ചിന്തിക്കുക, ആത്മഫലങ്ങളുള്ള ജീവിതങ്ങളാണോ, വിശുദ്ധമായ ഫലങ്ങളുള്ളവരാണെന്നോ, സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ. അങ്ങനെ ഫലമില്ലാത്ത ജീവിതങ്ങൾ, അതാണ് മച്ചിയായ എന്ന് പറയുന്നത്, ബാരൻ. അങ്ങനെയുള്ള ജീവിതങ്ങളിൽ ഫലം തരാൻ ദൈവത്തിന് സാധിക്കും. നമ്മുടെ ജീവിതങ്ങൾ പുഷ്ടിവെക്കും. അവൻ പച്ചവെച്ചും പുഷ്ടിവെച്ചും ഇരിക്കും, വാർദ്ധക്യകാലത്തിലും ഫലം കായ്ച്ചു കൊണ്ടിരിക്കുമെന്ന് പറയത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ഫലകരമാക്കുവാൻ, ഫലദായകരാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ നിറയുമ്പോൾ, അതിനാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ ഫലകരമായ ഒരു ജീവിതം എനിക്ക് തരണമേ, ആത്മഫലങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം. നിങ്ങൾ അധികം ഫലം കായ്ക്കുന്നതിന് എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നുവെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ ആരംഭത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അധിക ഫലം കായ്ക്കുന്നവരെ നമ്മൾ മാറണം. ഫലം കായ്ച്ചാൽ പോരാ, അധിക ഫലം കായ്ക്കണം. അധിക ഫലം കായ്ക്കുന്നതൊക്കെയും ചെത്തി വെടിപ്പാക്കപ്പെടും, ചിലപ്പോൾ ശുദ്ധീകരണവും എല്ലാം സംഭവിക്കും. അതെല്ലാം അതിൻ്റെ ഭാഗങ്ങളായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ ഫ്രൂട്ട്ഫുൾനെസ്, അധികം ഫലമുള്ളവരായിട്ട് ദൈവതിരുനാമത്തിന് വേണ്ടി മഹത്വപ്പെടാൻ സാധിക്കണം. മാത്രമല്ല, ഇത് ഫിസിക്കലായിട്ട്, ശാരീരികമായിട്ടും ഈ മക്കൾ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന അനേകരുടെ ജീവിതങ്ങളിലേക്ക്. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണും, ഫറവോൻ്റെ ഗൃഹത്തിലുള്ള ഒരു അബ്രഹാം മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. അവിടെ യഹോവ ഗർഭം തുറന്നു എന്നാണ് കാണുന്നത്. അപ്പോഴും സാറയുടെ ഗർഭം അടഞ്ഞിരിക്കുകയാണ്, സാറായ്ക്ക് അനുഗ്രഹമില്ല. പിന്നീട് ആ അനുഗ്രഹമൊക്കെ കണ്ട് സാറയുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. അല്ല, നിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിനക്ക് അവൻ്റെ തലമുറയിലേക്ക് ഇസ്ഹാക്കിനെ കൊടുക്കുമെന്നാണ് ദൈവം അവിടെ പറയുന്നത്. നിൻ്റെ ഉദരത്തിൽ നിന്ന് തന്നെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന് എന്താണ് അസാധ്യം? അവനാണ് ജീവൻ്റെ ഉടയവൻ, ജീവൻ്റെ സൃഷ്ടാവ് അവനാണ്. അവിടത്തേക്കൊന്നും അസാധ്യമല്ല. ഇല്ലായ്മയിൽ നിന്ന് സകലത്തെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും. അങ്ങനെയുള്ള ബാരൻ, തരിശായ ഭൂമിയിൽ നിന്ന് അത് മലർവാടിയാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിൻ്റെ കൃപയ്ക്ക് സാധിക്കും. നമ്മൾ ദൈവത്തിന് നമ്മളെ തന്നെ അർപ്പിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, എളിയവരെ ഉയർത്തുന്ന ദൈവം, എളിയവരെ ആദരിക്കുന്നവരായിരിക്കാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. അവിടുന്ന് എളിയവരെ ഉയർത്തുന്ന ദൈവമായിരിക്കാൻ നിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പാൻ എളിമയോടെ ദൈവമഹത്വത്തിനായിരിക്കണം ഞങ്ങളുടെ എല്ലാ ഉയർച്ചകളും. അവിടുന്ന് തരുന്ന അനുഗ്രഹങ്ങളാണ് ശാശ്വതമായി ഞങ്ങൾ തിരിച്ചറിയുന്നു. അതിനായി ഞങ്ങളത്തിന് സമർപ്പിക്കുന്നു. ഒന്നുവരെ നടത്തിയ എല്ലാ വിധങ്ങൾക്കായ സ്തുതി. അപ്പോൾ ആ മച്ചിയാളും മക്കളുടെ സന്തോഷമുള്ള മാതാവ് ഭാനുത്തിൽ വസിമാറാക്കുന്ന ദൈവമേ, അങ്ങനെയുള്ള ജീവിതങ്ങൾ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നതോടെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഫലമുള്ളവരായിരിക്കാൻ തിരുനാമകത്തുപ്പെടുവാൻ സംഗതി വരുത്തണേ. താവിനെ പുത്രന് നാമകത്തനായ തന്നെ ആമേൻ. കഥനങ്ങൾ എല്ലാം നീക്കേണമേ, കണ്ണുനീർ തുടയ്ക്കും നൽതാതാ, കാരുണ്യമോടെന്നെ കാക്കണമേ. കാലങ്ങളെല്ലാം നിൻ സാക്ഷിയായി. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. കറയും കളങ്കവും ഇല്ലാതെ കർത്തൻ തൻ മുമ്പിൽ കണ്ടിടാൻ, കർത്തനെ വെളിപ്പെടും നാളിൽ കുറവറ്റ കൂട്ടരോടൊത്ത് തിരേൽപ്പാൻ. ഹല്ലേലൂയ, ആമേൻ.
ഹല്ലേലൂയ.